നമസ്കാരം. വാർത്തോദയം ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം 77.13% പേർ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നതോടെ പോളിംഗ് ശതമാനത്തിൽ ഏറെ വ്യത്യാസം വന്നേക്കാം. പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രം തകരാറിലായത് പലയിടങ്ങളിലും പോളിംഗ് വൈകാൻ ഇടയാക്കി. തിരുവനന്തപുരത്ത് കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയിൽ പതിഞ്ഞുവെന്ന ആക്ഷേപവും ഉയർന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 76.82% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 2014 ഇത് 73.8%. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കണ്ണൂർ മണ്ഡലത്തിലാണ്, 82.08%. ഏറ്റവും കുറവ് തിരുവനന്തപുരത്താണ്, 73.26% പേർ. അവസാന കണക്കുകൾ പുറത്തുവരുമ്പോൾ ഇതിൽ നേരിയ വ്യത്യാസം ഉണ്ടാകാം. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. വോട്ടെടുപ്പിനുള്ള സമയം അവസാനിക്കുന്ന 6 മണിക്കും നിരവധി പേരാണ് വോട്ട് രേഖപ്പെടുത്താൻ ക്യൂവിൽ ഉണ്ടായിരുന്നത്. പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായത് പോളിംഗ് വൈകാൻ ഇടയാക്കി. തിരുവനന്തപുരം കോവളത്തും വട്ടിയൂർക്കാവിലും കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയിൽ പതിഞ്ഞുവെന്ന ആക്ഷേപത്തെ തുടർന്ന് കുറച്ചു സമയം പോളിംഗ് തടസ്സപ്പെട്ടു. പരിശോധനയിൽ ഇത് തെളിയിക്കാൻ കഴിയാത്തതോടെ പട്ടം സ്വദേശി എബിനെതിരെ പോലീസ് കേസെടുത്തു. പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ചെറിയ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വോട്ടെടുപ്പിനിടെ സംസ്ഥാനത്ത് 7 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. പോളിംഗ് ശതമാനം കൂടിയത് ആരെ തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. ഭരണവിരുദ്ധ വികാരമില്ലാത്തതും സർക്കാരിന്റെ നേട്ടങ്ങളും വോട്ടായി മാറിയിട്ടുണ്ടെന്നും അത് മികച്ച വിജയം സമ്മാനിക്കുമെന്നുമാണ് LDFന്റെ വിലയിരുത്തൽ. അതേസമയം UDFും BJPയും വിജയം തങ്ങൾക്ക് അനുകൂലമാകുമെന്നും വിലയിരുത്തുന്നു. ഇനി കാത്തിരിപ്പിന്റെ നാളുകൾ. മെയ് 23-നാണ് വോട്ടെണ്ണൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. LDFന് ചരിത്ര വിജയം ലഭിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഉയർന്ന പോളിംഗാണ് രേഖപ്പെടുത്തിയത്. LDFന്റെ വിജയം ഉറപ്പാക്കുന്നതാണെന്നും കോടിയേരി പ്രസ്താവനയിൽ പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥിയും ഏജന്റുമാരും ബൂത്തിനുള്ളിൽ കയറിയ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അതിനെല്ലാം സംയമനത്തോടെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തകർ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. സമാധാനപരമായ നിലയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സാഹചര്യമൊരുക്കിയ LDF സർക്കാരിനെയും പോലീസിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും കോടിയേരി പറഞ്ഞു. രാജ്യത്ത് മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. 63.24% പ്രാഥമിക കണക്ക്. അതേസമയം തെരഞ്ഞെടുപ്പിനിടെ ബംഗാളിൽ വ്യാപക ആക്രമണം, ഒരാൾ കുത്തേറ്റ് മരിച്ചു. അഹമ്മദാബാദിൽ വോട്ട് ചെയ്ത ശേഷം മോദി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് ആരോപണം. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലായി 116 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതോടെ പോളിംഗ് നടന്നു. ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങൾ ഉൾപ്പെടെ രാജ്യത്ത് 302 സീറ്റുകളിലാണ് 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. കേരളത്തിന് പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. കർണാടകയിലും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങളിൽ വീതമാണ് വോട്ടെടുപ്പ് നടന്നത്. രണ്ടാം ഘട്ടത്തിൽ വ്യാപക ആക്രമണം നടന്ന പശ്ചിമബംഗാളിൽ ഇന്നും സംഘർഷങ്ങൾ ആവർത്തിച്ചു. മൂർഷിദാബാദിലെ ബലിഗ്രാമിൽ പോളിംഗ് ബൂത്തിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഏറ്റുമുട്ടലിനിടെ വോട്ട് ചെയ്യാനായി ക്യൂ നിന്നയാൾ കൊല്ലപ്പെട്ടു. ദക്ഷിണ ദീജാപൂരിൽ പോളിംഗ് ഏജന്റ് കൊല്ലപ്പെട്ടു. റാണിനഗറിൽ പോളിംഗ് ബൂത്തിന് നേരെ ബോംബേറുണ്ടായി. ഗോവയിലും അസമിലും ബീഹാറിലും വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ വ്യാപകമായ പരാതിയാണ് ഉയർന്നത്. മൂന്നാം ഘട്ടത്തിൽ 7 സീറ്റുകളിൽ നടന്ന വോട്ടെടുപ്പോടെ ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പും പൂർത്തിയായി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബാക്കിയുണ്ടായിരുന്ന അസമിലെ 4 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ 10ഉം ഒഡീഷയിലെ 6 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പുണ്ടായി. ഗാന്ധിനഗറിൽ നിന്ന് BJP അധ്യക്ഷൻ അമിത്ഷായും മെയിൻപുരിയിൽ നിന്ന് മുലായം സിംഗ് യാദവും ജനവിധി തേടി. മല്ലികാർജ്ജുന ഖാർഗെ, ശരത് യാദവ്, അസം ഖാൻ, ജയപ്രദ, വരുൺ ഗാന്ധി, അനന്ത്കുമാർ ഹെഗ്ഡെ, സുപ്രിയ സുലെ എന്നിവരും ജനവിധി തേടി. പശ്ചിമ ബംഗാൾ മാറ്റി നിർത്തിയാൽ വ്യാപക അക്രമമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഇല്ലാതെയാണ് മൂന്നാം ഘട്ടം പൂർത്തിയായത്. കൈരളി ന്യൂസ്, ദില്ലി. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 73.37% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്താണ്. പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ കേടായത് മൂലം പോളിംഗ് വൈകാൻ ഇടയാക്കി. കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയാകി പതിഞ്ഞുവെന്ന ആക്ഷേപത്തെ തുടർന്ന് 2 ബൂത്തുകളിൽ വോട്ടെടുപ്പ് അല്പനേരം വൈകി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു. ഉച്ചയോടെ 50% പേർ വോട്ട് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് പാറശാല നിയോജക മണ്ഡലത്തിലാണ്, 76.04% പേർ. ഏറ്റവും കുറവ് നഗരപരിധിയിൽ വരുന്ന തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിലുമാണ്. നിരവധി ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് പോളിംഗ് വൈകി. കോവളത്തും വട്ടിയൂർക്കാവിലും കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയ്ക്ക് പതിഞ്ഞതായി ആക്ഷേപമുയർന്നു.
എന്നാൽ ആക്ഷേപം ഉന്നയിച്ചവർക്ക് ഇത് തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. പട്ടം സ്വദേശി എബിനെതിരെയാണ് കേസെടുത്തത്. എന്നാൽ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. LDF സ്ഥാനാർത്ഥി സി ദിവാകരൻ കമലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലും UDF സ്ഥാനാർത്ഥി ശശി തരൂർ കോട്ടൺ ഹിൽ സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ഫോർട്ട് ഹൈസ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ശക്തമായ ത്രികോണ മത്സരമായിരുന്നിട്ടും മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം തിരുവനന്തപുരത്ത് കുറയുകയായിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആറ്റിങ്ങലിൽ ഇത്തവണ റെക്കോർഡ് പോളിംഗ്. 2014 അപേക്ഷിച്ച് 3% വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കാട്ടാക്കടയിലും ഏറ്റവും കുറവ് വാമനപുരം നിയോജക മണ്ഡലത്തിലുമാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 71.13% പേർ വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിക്കുമ്പോൾ നേരിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനാണ് സാധ്യത. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ്, 75.05. ഏറ്റവും കുറവ് വാമനപുരം, 68.57. മറ്റു മണ്ഡലങ്ങളിലെ കണക്കുകൾ ഇപ്രകാരമാണ്. വർക്കലയിൽ 66, ആറ്റിങ്ങലിൽ 72, ചിറയൻകീഴ് 73, നെടുമങ്ങാട് 71, അരുവിക്കരയിൽ 74% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് ശതമാനത്തിൽ 2014 അപേക്ഷിച്ച് 3%-ലേറെ വോട്ടുകളുടെ വർധനവാണ് ആറ്റിങ്ങലിൽ ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിര ആറ്റിങ്ങലിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാണാമായിരുന്നു. തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും വോട്ടിംഗ് ശതമാനം കൂടിയതും ന്യൂനപക്ഷ മേഖലകൾ ആവേശത്തോടെ പങ്കാളിയായതും LDFും UDFും ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. വോട്ടെടുപ്പ് സമയം അവസാനിച്ച ശേഷവും വോട്ടർമാരുടെ വൻ നിര ബൂത്തുകളിൽ കാണാമായിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുകളും ചില ഉദ്യോഗസ്ഥരുടെ കാര്യശേഷിയില്ലായ്മയും വോട്ടിംഗ് പുരോഗതിക്ക് വിഘാതമായി. വോട്ടെടുപ്പ് പൂർത്തിയാക്കി വോട്ടിംഗ് യന്ത്രങ്ങളും VVPATും നാലാഞ്ചിറ മാർ ഇവാനിയസ് കോളേജിലേക്ക് മാറ്റി. സ്ട്രോങ് റൂമുകൾക്ക് കേന്ദ്രസേനയുടെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. S. ജീവൻകുമാർ, കൈരളി ന്യൂസ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 74.40% പോളിംഗ് രേഖപ്പെടുത്തി. ആകെ 96,849 വോട്ടുകളാണ് പോൾ ചെയ്തത്. 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 3% അധികം ഇക്കുറി പോൾ ചെയ്തു. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് 1,50,939 പേർ പോൾ ചെയ്ത കുണ്ടറ നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ്. കുറവ് 1,27,421 പേർ വോട്ട് ചെയ്ത കൊല്ലം മണ്ഡലത്തിലും. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തത് 80,166 പേർ പോൾ ചെയ്ത കുണ്ടറ മണ്ഡലത്തിലും. കുറവ് 65,904 പേർ വോട്ട് ചെയ്ത ഇരവിപുരം മണ്ഡലത്തിലുമാണ്. പുരുഷന്മാരിൽ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയത് 70,773 പേർ വോട്ട് ചെയ്ത കുണ്ടറ മണ്ഡലത്തിലും. കുറവ് 58,118 പേർ പോൾ ചെയ്ത ചാത്തന്നൂർ മണ്ഡലത്തിലുമാണ്. കൊല്ലത്ത് 75.10%, ഇരവിപുരത്ത് 73.49%, ചാത്തന്നൂരിൽ 73.15%, ചവറയിൽ 77.31%, കുണ്ടറയിൽ 75.77%, പുനലൂരിൽ 72.40%, ചടയമംഗലത്ത് 73.86% എന്നിങ്ങനെയായിരുന്നു പോളിംഗ് നില. വളരെ അനുകൂലമായ പ്രതികരണമാണ്. പോളിംഗ് പൊതുവിലെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നല്ല പോലെ വോട്ടർമാർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അനുകൂലമായ പ്രതികരണമാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. കൊല്ലത്തെ സംബന്ധിച്ച് പോളിംഗ് നല്ലതുപോലെ വന്നാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് തന്നെയാണ് മുൻകാല കണക്കുകൾ കാണിക്കുന്നത്. ഒരു ചരിത്ര വിജയം നേടാനാണ് ഇടതുമുന്നണി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രമിക്കുന്നത്. ചവറയിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കടുത്ത മത്സരം നടക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ആവേശത്തോടെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കടുത്ത ത്രികോണ മത്സരം ഉണ്ടാകുമെന്നായിരുന്നു പ്രാഥമികമായ വിലയിരുത്തൽ. ഇതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വോട്ടിലും ശതമാനക്കണക്കിലും ഈ തെരഞ്ഞെടുപ്പ് 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നിലെത്തിയത്. അന്ന് 66.2% ആളുകൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 73.41% അത് വർദ്ധിച്ചു. 13,84,278 പേരിൽ 10,02,062 പേർ വോട്ടവകാശം ഫലപ്രദമായി ഉപയോഗിച്ചു. പോളിംഗ് കഴിഞ്ഞ് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങളും VVPATും ചെന്നീർക്കല കേന്ദ്രീയ വിദ്യാലയത്തിലേക്കും മാറ്റി. മെയ് 23 നടക്കുന്ന വോട്ടെണ്ണലും ഇവിടെയാണ് നടക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട. തികച്ചും സമാധാനപരമായിരുന്നു മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടെടുപ്പ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തി. അട്ടിമറി വിജയ പ്രതീക്ഷയിലാണ് മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് നിരക്ക് ഇക്കുറി 5% ഉയർന്നു.
77.88% പേർ വോട്ട് രേഖപ്പെടുത്തിയ വൈക്കം മണ്ഡലത്തിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. തൊട്ടുപിന്നിൽ ഏറ്റുമാനൂർ, കോട്ടയം മണ്ഡലങ്ങളാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും 75% വോട്ടുകളാണ് പോൾ ചെയ്തത്. പുതുപ്പള്ളിയിൽ 74% പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പിറവത്ത് 72%, പാലായിൽ 71.5% വോട്ടർമാർ വിധി എഴുതിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കടുത്തുരുത്തിയിലാണ് മണ്ഡലത്തിലെ കുറഞ്ഞ പോളിംഗ്. LDF മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് വൈക്കം, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം എന്നീ മണ്ഡലങ്ങളിലാണ്. പാലായിൽ ഒപ്പത്തിനൊപ്പം എത്തുമെന്നും കടുത്തുരുത്തിയിലും പുതുപ്പള്ളിയിലും UDFന്റെ ലീഡ് കുറയുമെന്നുമാണ് വോട്ടിംഗിന് ശേഷമുള്ള വിലയിരുത്തൽ. ശക്തമായ മത്സരം നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മുന്നണികൾ നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ വിജയം കണ്ടതിന്റെ തെളിവ് കൂടിയാണ് എനിക്ക് പിന്നിലെ ഈ നീണ്ട നിര. ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിവാക്കിയാൽ സമാധാനപരമായിരുന്നു ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടെടുപ്പ്. സമയപരിധി കഴിഞ്ഞും ചിലയിടങ്ങളിൽ പോളിംഗ് തുടർന്നു. മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം 74 കടന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 13,56,701 വോട്ടർമാരാണ് 1,331 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തിയത്. ചില കേന്ദ്രങ്ങളിൽ യന്ത്രത്തകരാർ മൂലം തടസ്സങ്ങളുണ്ടായെങ്കിലും പിന്നീടത് പരിഹരിച്ചു. ചേർത്തലയിൽ 88 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം പരിശോധിക്കുന്നതിനിടയിൽ വോട്ട് ചെയ്ത വോട്ടുകൾ മുഴുവൻ BJPക്ക് പോയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ യന്ത്രം മാറ്റി. ആലപ്പുഴയിൽ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ് രാവിലെ 7:30 കുതിരപ്പന്തി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദൻ കുടുംബസമേതം പറവൂർ സ്കൂളിൽ വോട്ട് ചെയ്തു. ഇടതുപക്ഷം മികച്ച വിജയം നേടുമെന്ന് VS പിന്നീട് പറഞ്ഞു. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് SDV സ്കൂളിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ കുടുംബസമേതം പറവൂർ സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ചലച്ചിത്ര താരം ഫഹദ് ഫാസിലും ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തി. രമേശ് ചെന്നിത്തല സ്കൂളിലും KC വേണുഗോപാൽ തിരുവമ്പാടി സ്കൂളിലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുടുംബസമേതം കണിച്ചുകുളങ്ങര സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. KR ഗൗരിയമ്മ SDV സ്കൂളിൽ വോട്ട് ചെയ്തു. ഏറെ വൈകിയും ആലപ്പുഴ മണ്ഡലത്തിൽ പോളിംഗ് ചില കേന്ദ്രങ്ങളിൽ തുടരുകയാണ്. 7 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 78.8% പോളിംഗാണ് ആലപ്പുഴയിൽ നടന്നത്. 2014 78.59% ആലപ്പുഴയിലെ പോളിംഗ്. ഷർഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലും കനത്ത പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് വലത് മുന്നണികൾക്ക് ഉള്ളത്. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപോലെ ഉയർന്ന പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തോട്ടം തൊഴിലാളികൾ ഏറെയുള്ളതും മന്ത്രി MM മണിയുടെ മണ്ഡലവുമായ ഉടുമ്പൻചോലയാണ് മുന്നിൽ. തൊട്ടുപിറകെ കോതമംഗലം, മൂവാറ്റുപുഴ, പീരുമേട്, തൊടുപുഴ എന്നിവയും. ഇടുക്കി, ദേവികുളം മണ്ഡലങ്ങളിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തും വിദൂര പോളിംഗ് സ്റ്റേഷനുമായ ഇടമലക്കുടിയിലും മികച്ച പോളിംഗാണ് റിപ്പോർട്ട് ചെയ്തത്. മുന്നണികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം കാലാവസ്ഥ അനുകൂലമായതും പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായി. സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വാഴത്തോപ്പ് മുളകുവള്ളിയിൽ 88 ബൂത്തിലും, UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പൈങ്ങോട്ടൂരിൽ 80 നമ്പർ ബൂത്തിലും, NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണൻ മണക്കാട് 127 നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി MM മണി കുഞ്ചിത്തണിയിൽ 169 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 60 പ്രശ്നബാധിത ബൂത്തുകളടക്കം 1305 പോളിംഗ് സ്റ്റേഷനുകൾ മണ്ഡലത്തിൽ ഒരുക്കിയിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലവും വിധിയെഴുതി. ഇനി മലയോര ജനതയുടെ വിധിയെഴുത്ത് ആർക്ക് അനുകൂലമാകും എന്നറിയാനുള്ള കാത്തിരിപ്പ്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ശക്തമായ മത്സരം നടക്കുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലായി നടൻ മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പ്രമുഖർ വോട്ട് ചെയ്തു. ശക്തമായ പോളിംഗ് നടന്ന സാഹചര്യത്തിൽ വിജയപ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. രാവിലെ 7-ന് പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ LDF, UDF സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി P രാജീവ് കളമശ്ശേരി കുസാറ്റ് അംബേദ്കർ നഗറിൽ കുടുംബസമേതം എത്തിയാണ് വോട്ട് ചെയ്തത്. കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് വിശാലമായി തന്നെ ജനങ്ങൾ അഗാധമായ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നല്ല വിശ്വാസമാണുള്ളത്. ജനങ്ങളിൽ എപ്പോഴും ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നടൻ മമ്മൂട്ടി ഭാര്യയോടൊപ്പം പനമ്പള്ളി നഗറിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇടതു വലത് സ്ഥാനാർത്ഥികൾ മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. ചിന്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ MK സാനു SRV സ്കൂളിൽ ഉച്ചയോടെ എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എറണാകുളം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥിയും UDF കൺവീനറുമായ ബെന്നി ബെഹനാനും രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു.
രാവിലെ മോക്ക് പോളിംഗിനിടെ ജില്ലയിലെ ചില ബൂത്തുകളിൽ ബാലറ്റ് യൂണിറ്റുകളിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അവ മാറ്റി നൽകി. ചിലയിടങ്ങളിൽ യന്ത്ര തകരാറിനെ തുടർന്ന് പോളിംഗ് അല്പസമയം തടസ്സപ്പെട്ടു. മാർക്കറ്റ് റോഡിലെ സെന്റ് മേരീസ് സ്കൂൾ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് വോട്ട് രേഖപ്പെടുത്താനായില്ല. രാവിലെ മുതൽ തന്നെ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. 1.5 മാസം നീണ്ടുനിന്ന പ്രചരണത്തിന്റെ അതേ ചൂട് തന്നെയാണ് പോളിംഗ് ദിനത്തിലും അനുഭവപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആളുകളാണ് 1108 ബൂത്തുകളിലായി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. എറണാകുളത്ത് നിന്നും സജി പൂവത്തിങ്ങലിനൊപ്പം വിഷ്ണു പ്രസാദ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അവസാന കണക്കനുസരിച്ച് 77% പേരാണ് ചാലക്കുടിയിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. പാർലമെന്റ് മണ്ഡലം ഒന്നാകെയും മണ്ഡലം ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണയേക്കാൾ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ചാലക്കുടി മണ്ഡലത്തിൽ രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് രാവിലെ 7 മണിക്ക് വോട്ട് ചെയ്തു. ഇരിങ്ങാലക്കുടയിലെ ഡോൺ ബോസ്കോ ഹൈസ്കൂളിലാണ് അദ്ദേഹം കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് താനെന്ന് വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പ്രതികരിച്ചു. ആദ്യത്തെ പ്രാവശ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എന്നെ കാണുമ്പോൾ ഓടിക്കൂടുന്ന ആളുകൾ അവരുടെ വോട്ട് മുഴുവനും ആ കാണുന്ന ആൾക്കാരുടെ അവരൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഉള്ള ആ ഒരു ഇത് അയാൾ തന്നെയാണോ ഇയാൾ എന്ന് ഉള്ള രീതിയിലാണ് ജനങ്ങൾ എന്നെ നോക്കിക്കണ്ടത്. തുടർന്ന് അദ്ദേഹം വിവിധ ബൂത്തുകളിലും സന്ദർശനം നടത്തി. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ തൃക്കാക്കരയിലും NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ചേരാനല്ലൂരും വോട്ട് ചെയ്തു. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും തങ്ങളുടെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. ഏതാനും ബൂത്തുകളിൽ വോട്ടിംഗ് VVPAT മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് അവ മാറ്റി സ്ഥാപിച്ച് പ്രശ്നം പരിഹരിച്ചു. കനത്ത വെയിലിനെ അവഗണിച്ചാണ് സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി ബൂത്തുകളിലെത്തിയത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ഒരുപോലെ ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. വൈകിട്ട് പോളിംഗ് അവസാനിച്ച് 6 മണിക്ക് ശേഷവും പലയിടത്തും ബൂത്തിന് മുന്നിൽ നീണ്ട ക്യൂ കാണാമായിരുന്നു. ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം KM ഉമേഷ്. സംസ്ഥാനത്തെ കനത്ത പോളിംഗിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് ശതമാനത്തിൽ വൻ വർധനവ്. അവസാന ഘട്ടത്തിൽ 77.44% പോളിംഗ് രേഖപ്പെടുത്തിയത്. മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് ഇരു മുന്നണികൾക്കും പ്രതീക്ഷ നൽകുമ്പോൾ മണ്ഡലത്തിലെ ശക്തമായ ഇടത് അടിത്തറയിൽ വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് LDF. സംസ്ഥാനത്തെ മികച്ച പോളിംഗിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും 2014 പോളിംഗ് ശതമാനം മറികടന്നു. 5% വർധനവാണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണി മുതൽ കനത്ത പോളിംഗ് ആണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. 7 മണി മുതൽ ആരംഭിച്ച വോട്ടർമാരുടെ ക്യൂ 6 മണി വരെയും നിലയ്ക്കായി തുടർന്നു. LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് രാവിലെ 8 മണിയോടെ കുടുംബസമേതം കണ്ണാറ AUPസിലെത്തി വോട്ട് ചെയ്തു. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ തളിക്കുളം കുന്നത്തുപള്ളി അംഗൻവാടിയിലും വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരുന്ന മേൽക്കൈ വോട്ടായി മാറുന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. വോട്ട് ശതമാനം വർദ്ധിച്ചതും അവർക്ക് പ്രതീക്ഷ നൽകുന്നു. നല്ല കാലാവസ്ഥ, കനത്ത പോളിംഗ്. തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടെടുപ്പ് ആഘോഷമാക്കി മാറ്റി. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതൊഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അക്രമ സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാധാനപരമായിരുന്നു തൃശ്ശൂരിലെ വോട്ടെടുപ്പ്. PP സലീമിനൊപ്പം VS അബ്രാം, തൃശ്ശൂർ. ആലത്തൂരിൽ ആവേശമായി പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ ഒഴുകിയെത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ആലത്തൂരിൽ 3%-ലധികം പോളിംഗ് ശതമാനം പോളിംഗ് ഉയർന്നു. 78%-ലധികം പോളിംഗ് കടന്നപ്പോൾ കണക്കിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് മുന്നണികൾ. ആലത്തൂരിൽ രാവിലെ മുതൽ പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ വലിയ തിരക്കനുഭവപ്പെട്ടു. പല കേന്ദ്രങ്ങളിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പോളിംഗ് മന്ദഗതിയിലായതിനാൽ വോട്ടെടുപ്പ് രാത്രി വരെ നീണ്ടു. ആലത്തൂരിലെ 3 സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിന് പുറത്തായിരുന്നു വോട്ട്. LDF സ്ഥാനാർത്ഥി PK ബിജു കോട്ടയം മണ്ഡലത്തിലെ മാഞ്ഞൂരിലും, UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കോഴിക്കോട് മണ്ഡലത്തിലെ കുറ്റിക്കാട്ടൂരും, NDA സ്ഥാനാർത്ഥി TV ബാബു തൃശൂർ ജില്ലയിലെ നാട്ടികയിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന പോളിംഗ് ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിലും കുറഞ്ഞ പോളിംഗ് ചേലക്കരയിലുമാണെന്നാണ് അവസാന കണക്ക്. ലഭ്യമായ കണക്കനുസരിച്ച് ചിറ്റൂരിൽ പോളിംഗ് 81% കടന്നപ്പോൾ ചേലക്കരയിൽ പോളിംഗ് 77%. ആലത്തൂർ, നെന്മാറ, തരൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിലും പോളിംഗ് ഉയർന്നു. ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. അതേസമയം പോളിംഗിലെ കണക്ക് തുണക്കുമെന്നും ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ വിജയം നേടാൻ കഴിയുമെന്നുമാണ് UDFന്റെ കണക്കുകൂട്ടൽ. കൈരളി ന്യൂസ്, പാലക്കാട്. കഴിഞ്ഞ തവണത്തെ പോളിംഗ് തിരുത്തി പാലക്കാട്. അവസാന കണക്കനുസരിച്ച് പാലക്കാട് പോളിംഗ് 77% കടന്നു. 75.32% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം. അവസാന ലാപ്പിൽ ആവേശം പോളിംഗ് ബൂത്തിലേക്കും നീണ്ടപ്പോൾ പാലക്കാട് കഴിഞ്ഞ തവണത്തെ പോളിംഗ് പിന്നിലായി.
രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കണ്ടു. ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ക്രമാനുഗതമായി പോളിംഗ് ഉയർന്നു വന്നു. ഇതുവരെ ലഭിച്ച കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിലും കുറഞ്ഞ പോളിംഗ് പട്ടാമ്പിയിലുമാണ് രേഖപ്പെടുത്തിയത്. കോങ്ങാട് 78%, പട്ടാമ്പിയിൽ 73% പോളിംഗ് കടന്നു. ഷൊർണൂർ, ഒറ്റപ്പാലം, മലമ്പുഴ, പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളിലും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ ചില കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മെഷീന്റെ പ്രശ്നങ്ങൾ കാരണം പോളിംഗ് തുടങ്ങാൻ വൈകി. ഇത്തരം കേന്ദ്രങ്ങളിൽ പോളിംഗ് സമയം നീട്ടി നൽകി. രാത്രി വൈകുന്നതുവരെ പല ബൂത്തുകളിലും പോളിംഗ് നീണ്ടു. LDF സ്ഥാനാർത്ഥി MP രാജേഷ് കൈലിയാട് KVUP സ്കൂളിലും, UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഷൊർണൂർ സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂളിലും, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ശേഖരിപുരം GLP സ്കൂളിലും, മന്ത്രി AK ബാലൻ പറക്കുന്നം GUP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ആവേശം നിറഞ്ഞ പ്രചാരണത്തിനൊടുവിൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷയോടെ കണ്ണും നട്ടിരിക്കുകയാണ് മുന്നണികൾ. കൈരളി ന്യൂസ്, പാലക്കാട്. കോഴിക്കോട് മണ്ഡലത്തിൽ രാത്രി ഏറെ വൈകിയും വോട്ടിംഗ് തുടർന്നു. രാവിലെ മുതൽ വൻ തിരക്കാണ് പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടത്. കോഴിക്കോട് മണ്ഡലത്തിൽ നിരവധി ബൂത്തുകളിൽ തുടക്കത്തിൽ തന്നെ യന്ത്രത്തകരാർ കാരണം പോളിംഗ് ആരംഭിക്കാൻ വൈകി. MT വാസുദേവൻ നായർ, A പ്രദീപ് കുമാർ, MK രാഘവൻ, കാന്തപുരം AP അബൂബക്കർ മുസലിയാർ തുടങ്ങിയ പ്രമുഖരാണ് കോഴിക്കോട് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ കാലാവസ്ഥ അനുകൂലമായതിനാൽ ബൂത്തുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. സ്ത്രീ വോട്ടർമാർ അധികമുള്ള മണ്ഡലം എന്ന നിലയിൽ ബൂത്തുകളിൽ കൂടുതൽ സ്ത്രീ സാന്നിധ്യവും അനുഭവപ്പെട്ടു. ട്രാൻസ്ജെൻഡേഴ്സും കോഴിക്കോട് വോട്ട് രേഖപ്പെടുത്തി. ഉയരുന്ന പോളിംഗ് ശതമാനം പ്രതീക്ഷ നൽകുന്നതായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ പ്രതികരിച്ചു. ഒരിക്കലും ആശങ്കയില്ല. ജനങ്ങൾ ഉയർന്ന ജനാധിപത്യ ബോധത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണല്ലോ കാണിക്കുന്നത്. അതൊരിക്കലും ആശങ്കക്കിടയാക്കുന്നില്ലെന്ന് മാത്രമല്ല, നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ആളുകൾ ഉയർന്ന ജനാധിപത്യ ബോധത്തിൽ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിരിക്കും. പറമ്പിൽ സ്കൂൾ, എടക്കാട്, കുരുവട്ടൂർ, പൈമ്പ്ര, ഉള്ളേരി പഞ്ചായത്ത് 139 വാർഡ്, പുളിയഞ്ചേരി എന്നിവിടങ്ങളിൽ യന്ത്രത്തകരാറ് മൂലം വോട്ടിംഗ് വൈകി ആരംഭിച്ചതിനാൽ വോട്ടിംഗ് അവസാനിക്കാനും ഏറെ വൈകി. അതേസമയം എടക്കാട് വോട്ടിംഗ് മെഷീൻ അടിച്ചു തകർത്തയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാനസിക അസ്വാസ്ഥ്യം ഉള്ളയാളാണെന്നും ഇയാൾക്കെതിരെ കേസുകൾ കസബ സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ടെന്നുമാണ് വിവരം. രാത്രി ഏറെ വൈകുവോളം നീണ്ടുനിന്ന വോട്ടിംഗ് ആയിരുന്നു കോഴിക്കോട് മണ്ഡലത്തിൽ. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ജിബേഷിനൊപ്പം PV ജോഷില. വയനാട്ടിൽ റെക്കോർഡ് പോളിംഗ്. നിശ്ചിത സമയപരിധി കഴിയുമ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 80% പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണയ്ക്ക് 73% മാത്രമായിരുന്നു. ഒറ്റപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കാര്യമായ തടസ്സങ്ങളില്ലാതെയാണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. കനത്ത സുരക്ഷയിലാണ് പല മേഖലകളിലും വയനാട്ടിൽ പോളിംഗ് നടന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ പോളിംഗ് ഉയരുമെന്ന് വ്യക്തമാക്കി ബൂത്തുകളിൽ നീണ്ട നിര. 7 ലക്ഷത്തോളം സ്ത്രീ വോട്ടർമാരിൽ 81% മുകളിൽ വോട്ട് ചെയ്തു. ബത്തേരിയിലും കൽപ്പറ്റയിലും മണ്ഡലത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ഉയർന്നു. MP വീരേന്ദ്രകുമാർ കൽപ്പറ്റയിൽ SKMJ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ ഇടത് വിജയമെന്ന് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PP സുനീർ അദ്ദേഹത്തിന് വോട്ടുള്ള പൊന്നാനിയിലും NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിലും വോട്ട് രേഖപ്പെടുത്തി. നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ എന്നിവിടങ്ങളിൽ വോട്ടിംഗ് ശരാശരി കുറഞ്ഞിട്ടുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലകളിൽ കേന്ദ്ര സായുധ സേനകളുടെ സുരക്ഷയുണ്ടായിരുന്നു. 73 ബൂത്തുകളായിരുന്നു പ്രശ്നബാധിതമായി കണക്കാക്കിയിരുന്നത്. പ്രതീക്ഷിച്ച പോലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉയർന്ന പോളിംഗ്. രാഹുൽ ഗാന്ധിയുടെ വരവും ആദ്യ അവസാനം മണ്ഡലത്തിൽ LDF നടത്തിയ ശക്തമായ പ്രചാരണവുമെല്ലാം ഇതിന് കാരണമായി. ഇനി ഒരു മാസക്കാലം മുന്നണികളുടെ ആശങ്കയും പ്രതീക്ഷയുമാണ് ഈ ഉയർന്ന പോളിംഗ്. വയനാട്ടിൽ നിന്നും അനൂപ് KR. 300-ലധികം പേരുടെ ജീവനെടുത്ത ശ്രീലങ്കയിലെ ബോംബ് സ്ഫോടനങ്ങളുടെ പിന്നിൽ തങ്ങളാണെന്ന അവകാശവാദവുമായി ഇസ്ലാമിക് തീവ്രവാദ സംഘടന IS രംഗത്തെത്തി. തീവ്രവാദ സംഘടനയുടെ വാർത്താ ഏജൻസിയായ അമാക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ അമാക് പുറത്തുവിട്ടിട്ടില്ല. ഇതിനിടെ സ്ഫോടനം നടന്ന പള്ളിയിലേക്ക് ചാവേറെത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈസ്റ്റർ ദിനത്തിലാണ് ശ്രീലങ്കയിലെ ലോകത്തെ നടുക്കിയ സ്ഫോടന പരമ്പര ഉണ്ടായത്. സംഭവത്തിൽ മരണസംഖ്യ 320 കടന്നു.